ഇപ്പം എനിക്കും 2 പെൺകുട്ടികളാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയാണ് ആ പോസ്റ്റിനുള്ള സാഹചര്യം അതാണ്. വീട്ടമ്മമാരും മക്കളുമായുള്ള ആത്മഹത്യയെ മുൻനിർത്തി ഏറ്റുമാനൂർ എസ്എച്ച്ഒ അൻസിൽ എസ് ഇട്ട ഫേസ്ബുക്ക് കുറിപ്പ് ഇപ്പോൾ വൈകാരികമായി സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. അൻസിൽ റെയിൽവേ ട്രാക്കിൽ നിന്ന് നമ്മൾ പോലീസ് ഉദ്യോഗസ്ഥർ ആ ഡെഡ് ബോഡി എടുത്ത് ഇൻക്വസ്റ്റ് നടത്താൻ വേണ്ടി ആ ടേബിളിൽ കൊണ്ടുപോയി കിടത്തിയപ്പോഴത്തേക്ക് ആ കുട്ടികളുടെ ശരീരം കണ്ടപ്പോഴത്തേക്ക് എനിക്കുണ്ടായ ഒരു വൈകാരികമായ ഒരവസ്ഥയുടെ ഭാഗമാണ് ഞാൻ FB പോസ്റ്റ് ഇടാൻ കാരണം കൂടാതെ ഞാൻ കടയിൽ പൊങ്ങി വരുന്ന കണ്ടു. ഒരു ചാക്കോട്ട് പോലെ പൊങ്ങി വരുന്നു. നമുക്ക് ഒരിക്കലും ഓർമ്മയില്ല, അങ്ങനെ ഒരു പൊങ്ങി വരുന്ന ഓർമ്മയില്ലോ. ഞാൻ ഒരു മണി 1:30 ഞാൻ ചൂണ്ടാൻ വേണ്ടി പോകാൻ നിൽക്കുമ്പോഴാണ് ഈ പൊങ്ങി വരുന്നത്. ഇത് നമുക്ക് ഉറപ്പില്ലായിരുന്നു, ബോഡിയാണെന്ന് ഉറപ്പേ നമുക്കില്ലായിരുന്നു കേട്ടോ. ഞാൻ പോയി കണ്ടിട്ടും നമ്മൾ പറയുന്നില്ല, ബോഡിയാണെന്ന് പറയുന്നില്ല. ഇങ്ങനെ കമ്മ് കിടക്കുക. ഈ പെണ്ണുമ്പിളയെ എടുത്ത് കഴിഞ്ഞപ്പോൾ ഒരു വളർത്തക്കാർ വന്ന് നമ്മുടെ മരുന്ന് സഹിതം വന്ന് പൊക്കി പെണ്ണുമ്പോൾ അറിയുന്നത് അത് കഴിഞ്ഞ് കൊച്ചു പൊങ്ങുന്നത്. അടുത്ത് തന്നെയാണ് കുട്ടിയുടെ മൃതദേഹം. ഇതൊരു 1/2 കിലോമീറ്റർ അപ്പുറം പെണ്ണുമ്പിള ഒഴുകി പോയി. ഒഴുക്കുണ്ട്. കുട്ടി ആവുന്ന ഈ മുങ്ങിയോടത്തന്നെ കുട്ടി പൊങ്ങി. എവിടെയായിരുന്നു സംഭവ വികാസം? ഒരു 2 മണി 2:30 കാണും. അതുകൂടായില്ല, 1-2 അതുകൂടായില്ല. ചേട്ടൻ ഈ സമയത്ത് എന്ത് ചെയ്യുമായിരുന്നു? ഞാൻ ചൂണ്ടില്ല, ഞാൻ ചൂണ്ടിരുന്ന പരിപാടിയാണ്. സ്ഥിരം ചൂണ്ടിരുന്ന പരിപാടി. എനിക്ക് ചൂണ്ടിട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു മൃതദേഹം ഒഴുകി അക്കരെ നിന്ന് ചൂണ്ടക്കാർ പറയുന്നു ആണ്ട് ഒരു പെണ്ണുമ്പിള ഒഴുകി പോകണമെന്ന് പറഞ്ഞു. കൂടാതെ തന്നെ ഇന്നലെ സമാനമായ സംഭവങ്ങളുണ്ടായി. ഏറ്റവും കൂടുതൽ രാത്രികളെല്ലാം കോൾ വന്നിരുന്ന വീട്ടിൽ ഉപദ്രവമാണ്, സ്ത്രീകളെ ഉപദ്രവിക്കുന്നു, അല്ലെങ്കിൽ മക്കളെ ഉപദ്രവിക്കുന്നു, മദ്യവെച്ചുള്ള പ്രശ്നങ്ങളാണ് കൂടുതൽ വന്നിരുന്നത്. അപ്പം അതിൽ നിന്നൊരു വ്യത്യാസം സ്റ്റേഷനിൽ ഉണ്ടാകണം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇത്തരം പരാതികളായിട്ട് വരുന്ന സ്ത്രീകളെ ഞങ്ങൾ അതിൻ്റെ അകത്ത് ഈ ഭർത്താക്കന്മാരെയും വിളിപ്പിച്ച് ഇവിടെ കൃത്യമായിട്ട് ഞങ്ങൾ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് ഇതെങ്ങനെ കുറയ്ക്കാമെന്നതിനെക്കുറിച്ച് ഞങ്ങൾ ഇവിടെ ബുക്ക് വെക്കാൻ തുടങ്ങിയിട്ട് എല്ലാവരെയും ഇതുപോലെ മദ്യപിച്ച് വരുന്ന ആൾക്കാരെ ഒപ്പിടിക്കാൻ തുടങ്ങി. അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് തോന്നുന്നൊരു 300ഓളം ബുക്കുകൾ ഇവിടെ നിലവിൽ ഒപ്പിട്ടിട്ടുണ്ട്. ഇതിപ്പോൾ റണ്ണിങ്ങിലുള്ള ബുക്കുകളാണ്. ഇവരെല്ലാം കൃത്യമായിട്ട് ഒപ്പിടുന്നതുകൊണ്ടാണ് നമുക്ക് വളരെയേറെ മോണിറ്റർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇന്നലെ പോസ്റ്റ് ഇടാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ സമാനമായ 2 സംഭവങ്ങളാണ് ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായത്. അപ്പം ഇവരാരും തന്നെ പോലീസ് സ്റ്റേഷനിൽ പരാതിയായിട്ട് വന്നിട്ടില്ല. ഷൈനി ആണെങ്കിലും ഇപ്പം ഇന്നലെ മരിച്ച ലേഡി ആണെങ്കിലും പോലീസ് സ്റ്റേഷനിൽ പരാതിയായിട്ട് വന്നിട്ടില്ലായിരുന്നു. എനിക്ക് പരാതിയായിട്ട് വന്നിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ സൂയിസൈഡ് തടയാൻ സാധിക്കുമെന്ന് ഞങ്ങൾ വളരെ കോൺഫിഡൻറ്റോടുകൂടി സംസാരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഇരിക്കുന്നതെല്ലാം ഇത് വന്നില്ലായിരുന്നെങ്കിൽ ഇതെല്ലാം ഈ ബുക്കുകളെല്ലാം ഓരോ സൂയിസൈഡ് ആയിരുന്നേനെ, ലേഡീസിൻ്റെ സൂയിസൈഡ് ആയിരുന്നേനെ. ഈ ആത്മഹത്യ ഒരു പരിഹാരമല്ല എന്നുള്ളൊരു സന്ദേശം കൂടിയാണ്. തീർച്ചയായിട്ടും ഇപ്പോൾ ജനങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനായിട്ട് ബന്ധപ്പെടുക. തീർച്ചയായിട്ടും ഞങ്ങൾ അതിനൊരു പരിഹാരം നിയമപരമായിട്ടുള്ള പരിഹാരം ഉണ്ടാക്കി തരും. അതിനകത്ത് യാതൊരു മാറ്റമില്ല. പോലീസ് സ്റ്റേഷനിൽ വരുന്നതിന് യാതൊരുവിധ ഭയം ഉണ്ടാകേണ്ട കാര്യമില്ല. മറ്റ് സർക്കാർ ഓഫീസുകൾ പോകുന്ന പോലെ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന് കാര്യങ്ങൾ പറയാനുള്ള ഒരു സംവിധാനമുണ്ട്. അതിന് PR സിസ്റ്റമൊക്കെ വളരെ ഇഫക്റ്റീവായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് പോലീസ് സ്റ്റേഷനിൽ. എനിക്ക് അന്ന് റെയിൽവേ ട്രാക്കിൽ നിന്ന് നമ്മൾ പോലീസ് ഉദ്യോഗസ്ഥർ ആ ഡെഡ് ബോഡി എടുത്ത് ഇൻക്വസ്റ്റ് നടത്താൻ വേണ്ടി ആ ടേബിളിൽ കൊണ്ടുപോയി കിടത്തിയപ്പോഴത്തേക്ക് ആ കുട്ടികളുടെ ശരീരം കണ്ടപ്പോഴത്തേക്ക് എനിക്കുണ്ടായ ഒരു വൈകാരികമായ ഒരവസ്ഥയുടെ ഭാഗമാണ് ഞാൻ FB പോസ്റ്റ് ഇടാൻ കാരണം കൂടാതെ തന്നെ ഇന്നലെ സമാനമായ സംഭവങ്ങളുണ്ടായി.